അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കരകൊട്ടാരമായിട്ട് തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ എന്ന മാലാഖ വന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞുകൊണ്ട് ലോകത്തിന് മാതൃക കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ ആ പ്രവാചക പൊങ്കമന പറയുകയാണ് ലാ ലാ നിങ്ങളല്ല സാബ നിങ്ങളല്ല സാബ നിങ്ങളല്ല എൻ്റെ ഇഖ്വാൻ നിങ്ങളല്ല എൻ്റെ ഇഖ്വാൻ അൻതും സ്വഹാബി നിങ്ങൾ എൻ്റെ സ്വഹാബത്താണ് നിങ്ങൾ എൻ്റെ സ്വഹാബത്താണ് നിങ്ങൾ എൻ്റെ സ്വഹാബാടികളാണ് പിന്നെ ആരാണ് എൻ്റെ ഇഖ്വാൻ എന്നറിയുമോ അല്ലദീന യതമന്നാ മിൻ ബഅദി ലൗ യറാനി ബിഅഹ്ലിഹി വമാലിഹി ഈ ദുനിയാവിൽ 60-70 വയസ്സ് വരെ ജീവിച്ചാലും എനിക്ക് ശേഷം ഒരു സമൂഹം കടന്നു വരാറുണ്ട് ആ സമുദായത്തിന്റെ ഉദ്ദേശം എന്തെന്നറിയുമോ അല്ലാഹുവേ പടച്ച റബ്ബേ നീ നൽകിയിരിക്കുന്ന സമ്പാദ്യവും കുടുംബവും മുഴുവനും ഒന്നൊഴിവാക്കിയിട്ടെങ്കിലും നിന്നെ ഒന്ന് കണ്ടാൽ മതി അല്ലാഹ് അങ്ങനെ പറയുന്നതായ അങ്ങനെ കരുതുന്നതായ പാവപ്പെട്ടവരാകുന്ന മുഅ്മിനീകളുണ്ട് മുഅ്മിനാത്തുകളുണ്ട് സ്വലാത്ത് ചൊല്ലി ചൊല്ലി കോടാനുകോടി സ്വലാത്ത് ചൊല്ലി ഹബീബായ നബി തങ്ങളെ ഒന്ന് കാണാൻ കൊതിക്കുന്നതായ പാവപ്പെട്ട സാലിഹീങ്ങളുണ്ട് സാബാ സാലിഹത്തുകളുണ്ട് സാബാ വഹും യഖവാനി അവരാണ് എൻ്റെ സഹോദരങ്ങളെന്ന് ഹബീബായ റസൂലുള്ളാഹി അല്ലാഹുവേ ആ പാവപ്പെട്ട സാലിഹീങ്ങളിൽ അത്തരത്തിൽ ചിന്തിക്കുന്നതാകുന്ന പാവങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് ഹബീബായ നബി തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ആ പ്രവാചകരോടൊപ്പം ഒന്ന് കഴിയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്നില്ല റബ്ബേ നാളെ സ്വർഗ്ഗത്തിൽ അവിടുത്തെ ചാരത്തൊന്നണയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് നമ്മുടെ മക്കൾ നമസ്കാരമുള്ളവരാണോ ചിന്തിക്കണേ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മ കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ടതാകുന്ന മക്കളായി എന്റെ മക്കളെ മാറിയെന്ന് പറയുന്നവരെ വിഷമിക്കുന്നതാകുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ രക്ഷിതാക്കളെ മക്കൾക്ക് കൊടുക്കുന്ന ആത്മീയ വിദ്യാഭ്യാസത്തോടൊപ്പം അവർ പ്രാക്ടിക്കലായി നിസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട ചുമതല നമ്മുടെയാണ് വീട്ടിലേക്ക് മദ്രസയിൽ നിന്ന് വന്നാൽ മദ്രസയിൽ പഠിപ്പിച്ച പാഠഭാഗങ്ങൾ ഓതി നോക്കിയിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു എന്താണ് ഓദിച്ചത് എന്ന് ചോദിച്ചതാകുന്ന മാതാപിതാക്കൾ ഉണ്ടായിരുന്നു ഇന്ന് എത്ര പേരാണ് പാഠഭാഗങ്ങൾ ചോദിക്കുന്നത് ഇന്ന് എത്ര പേരാണ് മക്കളെ ഓതുന്നുണ്ടോ എന്ന് വീക്ഷിക്കുന്നത് അവരെന്താണ് പഠിച്ചത് എന്ന് അറിയില്ല എത്ര ക്ലാസ്സിലാണ് മക്കളെ പഠിക്കുന്നത് എന്ന് പോലും അറിയാത്ത മക്കളല്ലേ നമുക്കുള്ളത് എന്തിനേറെ മക്കളുടെ എണ്ണം പോലും അറിയാത്തതാകുന്ന മാതാപിതാക്കൾ നമുക്കിടയിലല്ലയോ മക്കളെ കുറിച്ചൊരു ബോധവുമില്ല എങ്ങനെയെങ്കിലും സൃഷ്ടിച്ചു ഏതെങ്കിലും രീതിയിൽ പഠിപ്പിച്ചു എങ്ങനെയെങ്കിലും ഒടുങ്ങണമെന്നുള്ള ചിന്ത ഒരിക്കലും പാടില്ല മുസ്ലിമത്തെ അവരുടെ ഹൃദയത്തിൽ തഖ്വ അടയാളപ്പെടുത്തൽ അനിവാര്യമാണ് ആ തഖ്വ വേണമെങ്കിൽ ആത്മീയ കലാലയത്തിലേക്ക് പറഞ്ഞു വിടണം അവിടെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് അവിടെയാണ് അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ടല്ലേ ഹബീബായ നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ നിങ്ങളിൽ ഏറ്റവും അത്യുത്കൃഷ്ടരാകുന്ന ആളുകളാരെന്നറിയുമോ അത് ഡോക്ടറല്ല അത് എഞ്ചിനീയർ അല്ല അതൊരിക്കലും വലിയ ഉദ്യോഗസ്ഥനല്ല അത് വലിയ കച്ചവട മുതലാളിയല്ല ലോകത്തെ ഏറ്റവും വലിയ അത്യുത്കൃഷ്ടൻ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നതായ
വ്യക്തികളാണ്. ലോകത്ത് ഏറ്റവും ഉത്തമരെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നമ്മുടെ മക്കൾ പഠിക്കുന്നത് ഭൗതിക കലാലയത്തിലായിരിക്കാം. ഭൗതിക കലാലയത്തിൽ എത്ര വലിയ ഉത്തുംഗ സോപാനത്തിൽ വിരാജിച്ചാൽ പോലും ഒരു ഖുർആൻ പഠിച്ച കുട്ടിയോടോ ഒരു ആലിമാകുന്ന ഒരു വ്യക്തിയോടോ തുലനം ചെയ്യാൻ പറ്റൂല. ലോകത്ത് ഏറ്റവും അത്യുത്കൃഷ്ടവർ അവർ തന്നെയാണ്. എന്തുകൊണ്ടാണ് അവർ രാവും പകലും അല്ലാഹുവിനെ കുറിച്ച് നിലകൊണ്ടവരാണ്. റബ്ബിനെ സ്മരിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചവരാണ്. ളുഹറിന് മുമ്പും ളുഹറിന് ശേഷവും 4 റക്അത്ത് വീതം റവാത്തിബ് എന്ന നിലയ്ക്ക് സുന്നത്ത് നമസ്കാരം ആരൊരുവൻ നിർവഹിച്ചോ, ളുഹറിന്റെ സുന്നത്ത് എന്ന നിലയ്ക്ക് ശേഷവും മുമ്പും 4 റക്അത്ത് വീതം നിസ്കരിച്ചു, നരകീയ മോചനമുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒന്നിനും പുറകോട്ട് പോകണ്ട. എന്ത് ചെയ്താലാണ് രക്ഷപ്പെടുക പറയാൻ പറ്റൂല. ഖുർആനിന്റെ ഒരു ചെറിയ ഒരു പേപ്പർ, ബിസ്മി എഴുതിയ ഒരു പേപ്പർ മാലിന്യത്തിൽ കിടക്കുന്നത് കണ്ടപ്പോൾ അതെടുത്തിട്ട് അതിനെ ശുദ്ധീകരിച്ച് അത് സൂക്ഷ്മതയോടുകൂടി വെച്ചതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയാക്കി ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. എപ്പോഴാ രക്ഷപ്പെടുന്നത് പറയാൻ പറ്റൂല. ഏത് നന്മ ചെയ്താലാണ് പടച്ച റബ്ബ് ഖബൂലാക്കുക എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഒന്നിനെ നിസ്സാരപ്പെടുത്തണ്ട. ഏത് ചെറിയ അമലും വലിയ അമലായി കണക്കാക്കി നല്ല രീതിയിൽ ചെയ്യാം. ഒരുപാട് ചെയ്തു കൂട്ടലല്ല, എല്ലാ തിന്മകളും ഒഴിവാക്കുക. നന്മകൾ കുറച്ചാണെങ്കിലും അത് ചെയ്യുന്നത് കൃത്യമായി ചെയ്യാം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. വളരെ കുറച്ചുള്ള അമലുകൾ, 5 വഖത്ത് നിസ്കാരം, അതിനു മുമ്പ് ശേഷമുള്ള സുന്നത്തുകൾ, യാസീൻ, ഇദാ വഖഅത്തി അർ-റഹ്മാൻ, 100 സ്വലാത്ത്, 100 ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. വേറെ ഒന്നും കൂടുതലൊന്നുമില്ല. എങ്കിൽ അത് കൃത്യമായി ചെയ്തു പോകലാണ്. എല്ലാ ദിവസവും ചെയ്യുന്ന അമൽ മുടങ്ങാതെ വളരെ കുറഞ്ഞതാണെങ്കിലും കൃത്യമായി ചെയ്യലാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ചിലരെന്ത് ചെയ്യും? ഇത് കേട്ടിട്ട് രാവിലെ സുബൈക്ക് തന്നെ തച്ചിനിരുന്നിട്ട് രാത്രി മുഴുവൻ ഉറക്കുളച്ച് ഫുള്ളിരിക്കും. ചിലപ്പോൾ ഭയങ്കര നിസ്കാരം, എന്നിട്ട് സുബൈ സ്കരിക്കാതെ കിടന്നു. ഇല്ലെങ്കിൽ സുബൈ കഴിഞ്ഞിട്ട് കുറേ നേരം ഖുർആൻ ഓതി ദിക്റൊക്കെ ചൊല്ലിയിരിക്കും. പിന്നെ ക്ഷീണം കാരണം ളുഹർ കാണത്തില്ല. ഇത് ഒരു ദിവസം ഉണ്ടാവും, അടുത്ത ദിവസം ഇല്ല. കാരണം വേറെ ജോലിപ്പാട്. അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ ചെയ്യുന്നതിനൊരു ടൈം ടേബിൾ ഉണ്ടാവും. നമ്മുടെ നിസ്കാരം എന്തായാലും നമ്മൾ പള്ളി വരുന്നു ഫർദ് നിസ്കരിക്കാൻ. എന്റെ സഹോദര, ആ റവാത്തിബ് സുന്നത്ത്, അതിനു മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചൂടെ? മൻ സല്ല അർബഅൻ ഖബല ളുഹരി വ അർബഅൻ ബഅദഹു ഹറമഹുല്ലാഹു അലന്നാ ശഫീഉനാ റസൂലുള്ളാഹി. ളുഹറിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത്, 4 റക്അത്ത് ഈ രണ്ടായിട്ട് നിസ്കരിച്ച് ളുഹറിന് ശേഷവും 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഇത് നിന്റെ ജീവിതത്തിൽ മുടങ്ങാതെ കൊണ്ടുപോയാൽ നരകം നിനക്ക് നിഷിദ്ധമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇത് നബി പഠിപ്പിച്ചതാണ്. അപ്പൊ ആ അമൽ പിടിക്കുന്നവർ അതങ്ങ് മുറുകെ പിടിക്കണം. അത് നിത്യമായി ചെയ്യണം. ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഖളാ വീട്ടണം. അങ്ങനെ ശീലിക്കണം. ജമാഅത്ത് തുടങ്ങി നമ്മൾ വന്നപ്പോൾ അപ്പോൾ ളുഹറിന് മുമ്പുള്ളത് കിട്ടിയില്ല, ശേഷം നമുക്ക് ഖളാ വീട്ടാം. ളുഹറിന് മുമ്പുള്ളതാകുന്ന സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കും. നിയത്ത് ചെയ്തിട്ട് അത് ഖളാ വീട്ടും. ഇങ്ങനെ നമ്മൾ നിസ്കാരം നിർവഹിച്ചു പോയാൽ ഒരു 40 ദിവസം ഇൻഷാ അല്ലാഹ് ഞാൻ ജമാഅത്തും കറക്റ്റ് ആക്കുമെന്ന് നിയ്യത്ത് വെച്ചാൽ തന്നെ നമ്മൾ 40 ദിവസം കറക്റ്റായിട്ട് ജമാഅത്തും മുടങ്ങുകയില്ല എന്നൊരു ദൃഢനിശ്ചയം ചെയ്തിട്ട് എവിടെ പോയാലും എന്ത് ജോലി തിരക്കായാലും അങ്ങനെ ഒന്ന് നിയ്യത്ത് വെച്ച് നോക്കി. നിങ്ങൾ ഇവിടുന്ന് ബേക്കലിലോട്ട് പോയി, കാസർഗോഡ് പോയി, എവിടെ പോയിരുന്നാലും ഇൻഷാ അല്ലാഹ് ഞാൻ ജമാഅത്ത് ശ്രദ്ധിക്കും, എന്റെ ജുമാഅ ശ്രദ്ധിക്കും. അങ്ങനെ ഒന്ന് നിയ്യത്ത് വെച്ചിരുന്നാൽ ഇൻഷാ അല്ലാഹ് ഏറ്റവും നല്ല സ്വാലിഹീകളിലേക്ക് അല്ലാഹു ചേർക്കും. പിന്നീടുള്ള ജീവിതം ചിട്ടപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. പറക്കാമി പറയും അല്ലാഹു തൗഫീഖ് തരട്ടെ. സുബൈക്ക് ശേഷം ചിലർ അത് ശ്രേഷ്ഠമായി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായ ദിക്റുകളെ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങൾ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ക്രോഡീകരിച്ചതാണ് വിർദുൽ ലത്തീഫ്.
ഹദ്ദാദ് പോലെ തന്നെയുള്ള മറ്റൊരു അമലാണ് വിറുദുൽ ലത്തീഫ്. അത് ഓതി യാസീൻ മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതി വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഇസ്മുൽ അഅ്ലമിൽപ്പെട്ട നാമമാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതാകുന്ന പവിത്രമായ യാ ഹയ്യു യാ ഖയ്യൂം ചൊല്ലി യാ ലത്തീഫ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ മഹനീയമായ നാമം 129 പ്രാവശ്യം അതിന്റെ റിയാദ വീട്ടി 130 പ്രാവശ്യം യാ ഖവിയു യാ മതീൻ എന്നുള്ള മഹനീയമായ അതിശ്രേഷ്ഠമായ ദിക്ർ ചൊല്ലി. ഇതിനൊക്കെ പോരിശകളുണ്ട്. യാ ഖവിയു യാ മതീൻ എന്ന ദിക്ർ മുടങ്ങാതെ 130 പ്രാവശ്യം ഡെയിലി പാരായണം ചെയ്താൽ ആരാധനകൾ നിർവഹിക്കുമ്പോൾ ഒരു ക്ഷീണം ഉണ്ടാവില്ല. ചിലർ ഖുർആൻ ഓതുമ്പോൾ ഇരുന്ന് ഉറക്കം നോക്കും, ചിലർ നിസ്കരിക്കുന്ന സമയത്ത് ഭയങ്കര അലസതയാണ്. അതൊക്കെ മാറിക്കിട്ടാൻ എന്ത് വേണം? യാ ഖവിയു യാ മതീനു അല്ലാഹുവിന്റെ നാമമാണ്. എത്ര വട്ടം ചെല്ലണം? 130. എന്നിട്ടും ക്ഷീണം മാറിയില്ലെങ്കിൽ 626 ഉറപ്പായിട്ടും മാറും. അതിന്റെ എണ്ണം കൂട്ടണം. എത്ര കൂട്ടണം? 626. അല്ലാഹുവിന്റെ നാമമാണ്, അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാണ് യാ ഖവിയു യാ മതീനു. ഇതൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്താൻ ഇങ്ങനെയുള്ള ശ്രേഷ്ഠമായ ദിക്റുകളൊക്കെ ചൊല്ലി ആ ലൈവിലുള്ള ആളുകൾ പറയുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ട് കമന്റിൽ വരുന്നതൊക്കെ വെച്ചിട്ട് ദുആ ചെയ്യുക. വളരെ ശ്രേഷ്ഠമായ മജ്‌ലിസ്. ഇതുവരെ ഭാഗവാക്കാകാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, സഹോദര സഹോദരിമാരുണ്ട് എങ്കിൽ, നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുക്കുന്നവരുണ്ട്. ഇനിയും പങ്കെടുക്കാത്തവരുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് അവരെത്രയും വേഗം അതിൽ പങ്കെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, ആരാധനയുടെ കർമ്മത്തിലാണെങ്കിൽ പോലും ഉണ്ട്, നീ ശ്രദ്ധിക്കണം. വൈൻ കുന്ത അലാ നഹരിൻ ജാരിൻ, ഒഴുകുന്നതാകുന്ന നദിയുടെ തീരത്ത് നിന്ന് ഒളുവെടുത്താൽ പോലും കരകവിഞ്ഞ് ഒഴുകുകയാണ്, ഇഷ്ടംപോലെ വെള്ളമുണ്ട്, നദിയുടെ തീരത്താണ് നീ നിലകൊള്ളുന്നത് എങ്കിൽ പോലും ഒളുവെടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒളുവെടുക്കുന്നവൻ കൂടുതൽ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് എങ്കിൽ അവനൊരു പിശാചിന്റെ അടിമയാണെന്നും സയ്യിദുനാ റസൂലുള്ളാഹി. ആ പിശാചിന്റെ പേരാണ് വലഹാൻ. വലഹാൻ എന്ന പിശാചിന്റെ അടിമയാണ്. ചിലർക്ക് ഭയങ്കര വസ്വാസാണ്. അപ്പൊ ഹൗദൊന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ട് കൊറോണയൊക്കെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ കൈ രണ്ടും ഇങ്ങനെ നിൽക്കുന്നതാണ് ചിലർ. ഈ ഓളമൊക്കെ ഫുള്ള് നിലച്ചതിന് ശേഷം ഹാജിയാര് കൈ കീറും. ഇമാം അത്തഹിയ്യാത്തിൽ എത്തിയിട്ടുണ്ടാവും, എന്നാലും കുഴപ്പമില്ല, ഇവർക്ക് ഓളം ഒന്ന് നിലയ്ക്കണം. അപ്പൊ പിന്നെ പൈപ്പിലായ വസ്വാസൊക്കെ കുറെ നിന്നിട്ടുണ്ട്. എന്നാലും ചിലർക്കുണ്ട് ഫുള്ള് അവിടെ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് അല്ലാഹു നമ്മളെ വസ്വാസിൽ നിന്ന് കാത്ത് സംരക്ഷിക്കട്ടെ. വസ്വാസ് വന്നാൽ വലിയ വിഷയമാണ്. അവർ വലഹാൻ എന്ന പിശാചിന്റെ അടിമകളാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഒളുവെടുക്കുക, അതൊക്കെ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതാണ്. ആവശ്യമില്ലാതെ വെള്ളം കളയാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നത് വീട്ടിൽ നിന്ന് ഒളുവെടുക്കുന്നതിനെ കുറിച്ചാണ്. വീട്ടിൽ നിന്ന് ഒളുവെടുത്ത് പുരുഷന്മാർ പള്ളിയിലേക്ക് വരിക വലിയ കൂലിയുള്ള കാര്യമാണ്. എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അധികം ശബ്ദത്തിൽ സംസാരിക്കാറ്. ഇങ്ങനെയല്ല വാഴ്ന്നത് സാധാരണ പറയാം. ഇപ്പൊ ഒരു ക്ലാസ് രൂപത്തിലൊക്കെ പോവാണ്. ഇൽമ കെട്ടലാണല്ലോ പ്രധാനം. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ തതഹറ മിൻ ബൈതിഹി ഫഖറജ ഇലൽ മുസല്ല. ആരെങ്കിലും വീട്ടിൽ നിന്ന് wudu ചെയ്തു നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് അവൻ പോയി, അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് അവൻ പുറപ്പെട്ടു പോയി. വീട്ടിൽ നിന്ന് wudu എടുത്തു, നിസ്കരിക്കാൻ പള്ളിയിലാകട്ടെ, ഈ വീടിന്റെ അകത്തളത്തിൽ നിസ്കാര മുറിയുണ്ടാകും, അവിടേക്കായിക്കോട്ടെ. അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കാനതു ഖുതുവാതുഹു ഇഹ്ദാഹുമാ തഹ്തു ഖതായ. ആ നമസ്കാരത്തിന് വേണ്ടി പോകുന്നതാകുന്ന ഓരോ ചവിട്ടടിയും അവന്റെ പാപമോചനം അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഒരു ചവിട്ടടി വെക്കുമ്പോൾ പാപമോചനം അല്ലാഹു നൽകുകയാണ്. വൽ ഉഖറാ തർഫഉ ദറജതഹു. അടുത്ത ചവിട്ടടിക്ക് അവന് സ്വർഗ്ഗത്തിലേക്കുള്ള പദവിയും അല്ലാഹു ഉയർത്തുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി.
അപ്പൊ ഓരോ ചവിട്ടടിക്കും കൂലിയാണ്. ഒരു ചവിട്ടടി വെക്കുമ്പോ പാപങ്ങൾ, ചെറുപാപങ്ങൾ ഇല്ലാതാവുന്നു. അടുത്ത ചവിട്ടടി വെക്കുമ്പോൾ സ്വർഗത്തിലേക്കുള്ള പദവി ഉയരുന്നു. വീണ്ടും അടുത്തത് വെക്കാൻ. അതുകൊണ്ടാണ് പള്ളിയിലേക്ക് വരുമ്പോഴത്തേക്കും നടന്നു വരാൻ തന്നെ പഴയ ആൾക്കാർ ശ്രദ്ധിച്ചിരുന്നു. ഈ ചവിട്ടടിക്ക് അതിനൊക്കെ വലിയ മഹിമയാണ്. ഓരോന്നിനും അങ്ങനെ തന്നെയാണ്. ചില കാര്യങ്ങൾക്ക് അങ്ങനെ തന്നെയാണ്. പെരുന്നാൾ നമസ്കാരത്തിന്റെ കാര്യം പറയുമ്പോഴും പറയുമല്ലോ, ഒരു വഴിയിൽ കൂടെ വന്ന് അടുത്ത വഴിയിൽ കൂടെ തിരിച്ചു പോട്ടെ. എന്തിന്? ആ വരുന്ന വഴിയിലൊക്കെ മലക്കുകൾ അവന് വേണ്ടി സാക്ഷിപത്രമാകും, മംഗളം ആശംസിക്കും. അവനത് ആഖിറത്തിൽ ഗുണകരമാകും. ഇന്ന് ആരുണ്ട് പള്ളിയിൽ നടന്നു വരുന്നവർ? എത്ര പേരുണ്ട്? പള്ളിയുടെ ഓരത്ത് തന്നെ ജീവിക്കാൻ തന്നെ താല്പര്യമില്ലാത്ത ആളുകളായി ഇന്നത്തെ തലമുറ മാറിയിട്ടുണ്ട്. ഒരു സ്ഥലം വാങ്ങുമ്പോൾ തൊട്ടടുത്ത് പള്ളി ഉണ്ടെങ്കിൽ മടിയാണ്. കാരണം എന്താ? പള്ളി പോണ്ടി വരും, ഇച്ചിരി മാറ്റി മതി എന്ന് പറയുന്ന സമൂഹമായി. എന്നാൽ ഒരു 10 കൊല്ലം മുമ്പ് വരെ പള്ളിയുടെ അടുത്ത് മതി എന്ന് പറഞ്ഞിരുന്ന ആളുകളായിരുന്നു. നിസ്കരിക്കാൻ പള്ളി പോകാമല്ലോ എന്ന് പറഞ്ഞിരുന്ന മക്കളായിരുന്നു. കാലം മാറപ്പെട്ടു. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തു സംരക്ഷിക്കട്ടെ. നിസ്കരിക്കാൻ മടിയാണ്. കൊറോണ വന്നപ്പോൾ ചില മസലകൾ പഠിച്ചു. കാരണമുണ്ടെങ്കിൽ ജുമുഅ ഉപേക്ഷിച്ചാൽ കുഴപ്പമില്ല, ളുഹർ നിസ്കരിച്ചാൽ മതി എന്ന് മസല കിട്ടിയപ്പോൾ പിന്നെ ളുഹർ തന്നെ ദായിമാക്കി പോകുന്നവരുണ്ട് ഇപ്പോഴും. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ തറക സലാസ ജുമുഅൻ തബഅ അല്ലാഹു ഫീ ഖൽബിഹി. ആരെങ്കിലും 3 ജുമുഅകൾ മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ, കാരണമില്ലാതെ ഉപേക്ഷിച്ചാൽ, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു കാപട്യത്തിന്റെ കുഫ്രിയത്തിന്റെ സീലവസമേന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മൻ തറക സലാസ ജുമുഅൻ തബഅ അല്ലാഹു ഫീ ഖൽബിഹി. 3 ജുമുഅ കാരണമായി ഉപേക്ഷിച്ചാൽ അവന്റെ ഹൃദയത്തിൽ കുഫ്രിയത്തിന്റെ സീലാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ. നമസ്കാരത്തിന് കിട്ടുന്ന നേട്ടം അറിയില്ലേ മുഅ്മിനേ? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ചോദിക്കുകയാണ്, സ്വഹാബാ നിങ്ങളോടൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരുടെയും വീടിൻ്റെതാകുന്ന മുൻഭാഗത്ത് മനോഹരമാകുന്ന നദി ഒഴുകുകയാണ്. ആ നദിയിൽ 5 നേരവും നിങ്ങൾ ഇറങ്ങി കുളിച്ചാൽ ശരീരത്തിൽ വല്ല അഴുക്കും ശേഷിക്കുമോ? സ്വഹാബത്ത് മറുപടി നൽകുകയാണ്, ലാ യബ്ഖാ മിൻ ദറനിഹി ശൈഉൻ യാ റസൂലല്ലാഹ്. വീടിൻ്റെതാകുന്ന ഉമ്മറത്തൂടെ സുന്ദരമായ നദി ഒഴുകുകയും ആ നല്ല ജലത്തിലിറങ്ങി 5 നേരം ശരീരം ശുദ്ധി വരുത്തുകയും ചെയ്യുന്നതാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിൽ അഴുക്ക് വരുകയില്ല റസൂലേ, മാലിന്യമുണ്ടാവുകയില്ല റസൂലേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫകദാലിക സലവാത്തുൽ ഖംസ യംഹുല്ലാഹു ബിഹിന്നൽ ഖതായാ. ഇപ്രകാരമാണ് സഹാബ 5 വഖത്ത് നമസ്കാരം, ഇപ്രകാരമാണ് സഹാബ. ആ നമസ്കാരം ശ്രദ്ധിക്കണേ. 5 നേരം നിങ്ങൾ കുളിക്കുന്നത് സമാനമാണ്. അഥവാ ശരീരത്തിൽ ഒരു അഴുക്കുമില്ലാത്തതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അല്ലാഹു സർവ്വവിധ പാപങ്ങളെയും ഇല്ലാതാക്കുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നമ്മുടെ മക്കൾ നമസ്കാരമുള്ളവരാണോ? ചിന്തിക്കണേ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മ. കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ടതാകുന്ന മക്കളായി എന്റെ മക്കളെ മാറിയെന്ന് പറയുന്നവരെ, വിഷമിക്കുന്നതാകുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രക്ഷിതാക്കളെ, മക്കൾക്ക് കൊടുക്കുന്ന ആത്മീയ വിദ്യാഭ്യാസത്തോടൊപ്പം അവർ പ്രാക്ടിക്കലായി നിസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട ചുമതല നമ്മുടെയാണ്. വീട്ടിലേക്ക് മദ്രസയിൽ നിന്ന് വന്നാൽ
മദ്രസയിൽ പഠിപ്പിച്ച പാഠഭാഗങ്ങൾ ഓതി നോക്കിയിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. എന്താണ് ഓദിച്ചത് എന്ന് ചോദിച്ചതാകുന്ന മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. ഇന്ന് എത്ര പേരാണ് പാഠഭാഗങ്ങൾ ചോദിക്കുന്നത്? ഇന്ന് എത്ര പേരാണ് മക്കളെ ഓതുന്നുണ്ടോ എന്ന് വീക്ഷിക്കുന്നത്? അവരെന്താണ് പഠിച്ചത് എന്ന് അറിയില്ല. എത്ര ക്ലാസ്സിലാണ് മക്കളെ പഠിക്കുന്നത് എന്ന് പോലും അറിയാത്ത മക്കളല്ലേ നമുക്കുള്ളത്. എന്തിനേറെ മക്കളുടെ എണ്ണം പോലും അറിയാത്തതാകുന്ന മാതാപിതാക്കൾ നമുക്കിടയിലല്ലയോ? മക്കളെ കുറിച്ചൊരു ബോധവുമില്ല. എങ്ങനെയെങ്കിലും സൃഷ്ടിച്ചു, ഏതെങ്കിലും രീതിയിൽ പഠിപ്പിച്ചു, എങ്ങനെയെങ്കിലും ഒടുങ്ങണമെന്നുള്ള ചിന്ത ഒരിക്കലും പാടില്ല. മുസ്ലിമത്തെ അവരുടെ ഹൃദയത്തിൽ തഖ്വ അടയാളപ്പെടുത്തൽ അനിവാര്യമാണ്. ആ തഖ്വ വേണമെങ്കിൽ ആത്മീയ കലാലയത്തിലേക്ക് പറഞ്ഞു വിടണം. അവിടെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അവിടെയാണ് അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ടല്ലേ ഹബീബായ നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞത്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും അത്യുത്കൃഷ്ടരാകുന്ന ആളുകളാരെന്നറിയുമോ? അത് ഡോക്ടർ അല്ല, അത് എഞ്ചിനീയർ അല്ല, അതൊരിക്കലും വലിയ ഉദ്യോഗസ്ഥനല്ല, അത് വലിയ കച്ചവട മുതലാളിയല്ല. ലോകത്തെ ഏറ്റവും വലിയ അത്യുത്കൃഷ്ടൻ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നതായ വ്യക്തികളാണ് ലോകത്തെ ഏറ്റവും ഉത്തമരെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നമ്മുടെ മക്കളെ ദാറുൽ തഖ്വയിലേക്ക് പറഞ്ഞു വിടുമ്പോ ഈ ദാറുൽ തഖ്വയിൽ പഠിക്കുന്നതാകുന്ന മക്കള് അവർ ഖുർആൻ ഓതുമ്പോ അവരെ ഏറ്റവും നല്ല സമുന്നതരായ വ്യക്തികളാണെന്നുള്ളത് തിരിച്ചറിയണേ. നമ്മുടെ മക്കൾ പഠിക്കുന്നത് ഭൗതിക കലാലയത്തിലായിരിക്കാം. ഭൗതിക കലാലയത്തിൽ എത്ര വലിയ ഉത്തുംഗ സോപാനത്തിൽ വിരാജിച്ചാൽ പോലും ഒരു ഖുർആൻ പഠിച്ച കുട്ടിയോടോ ഒരു ആലിമാകുന്ന ഒരു വ്യക്തിയോടോ തുലനം ചെയ്യാൻ പറ്റൂല. ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ടവർ അവർ തന്നെയാണ്. എന്തുകൊണ്ടാണ് അവർ രാവും പകലും അല്ലാഹുവിനെ കുറിച്ച് നിലകൊണ്ടവരാണ്. റബ്ബിനെ സ്മരിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചവരാണ്. അവർ യഥാർത്ഥ ജീവിതം നയിച്ചവരാ. നമസ്കാരം കറക്റ്റായി 5 വഖത്ത് നിർവഹിച്ചവരാ. നമ്മൾ 2 കൊല്ലം കൊണ്ട് ഒരു ഹാഫിദ്, അല്ലെങ്കിൽ 1 കൊല്ലം കൊണ്ട് ഒരു ഹാഫിദ്, അല്ലെങ്കിൽ 10 കൊല്ലം കൊണ്ട് ഒരു ആലിം ഉണ്ടാവുമ്പോൾ അദ്ദേഹം അതിനിടയിൽ ഉണ്ടാകുന്ന നമസ്കാരങ്ങളൊക്കെ ഇമാമും ജമാഅത്തും ശ്രദ്ധിച്ചവരാ. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എത്ര ദിവസം ഇമാമും ജമാഅത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ദറക അത്തക്ബീറത്തുൽ ഇഹ്റാം മഅൽ ഇമാമി 40 സ്വലാത്ത 40 യൗമാ. 40 ദിവസം തുടർച്ചയായി ഇമാമിനോടൊപ്പം തക്ബീറത്തുൽ ഇഹ്റാമിൽ ഒരുമിക്കാൻ സാധ്യതയുള്ളവരെ ഹറമഹുല്ലാഹു അലന്നാർ, നരകത്തിൽ നിന്ന് മോചനമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൻ സ്വല്ല 40 യൗമൻ ഇമാമിനോടൊപ്പം തക്ബീറത്തുൽ ഇഹ്റാം യോജിച്ചുകൊണ്ട് 40 ദിവസം തുടർച്ചയായി നിസ്കരിച്ചു എങ്കിൽ നരക മോചനം ലഭിക്കും. നമുക്ക് ഇന്നുവരെ സാധിച്ചിട്ടുണ്ട്. ഒരാഴ്ച അടുപ്പിച്ച് പറ്റിയിട്ടുണ്ട്. ചിലപ്പോ സുബഹി കിട്ടുമായിരിക്കും, ളുഹറും അസ്റും ഒക്കെ പോകും. പിന്നെ മഗ്രിബുണ്ട്, ചിലപ്പോ ഇശാ ഉണ്ട്. 40 ദിവസം തുടർച്ചയായിട്ട് നിസ്കരിക്കാൻ സാധിക്കുക. പലപ്പോഴും വിട്ടുപോകാറുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നരകീയ മോചനം ലഭിക്കും. ഇനി മുതൽ ശ്രദ്ധിക്കണം.
അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നാൽ ഹാഫിളികളാകുന്ന മക്കൾ 2 കൊല്ലം 3 കൊല്ലം ഒക്കെ കഴിയുന്ന കുട്ടികൾ ഒരൊറ്റ ജമാഅത്ത് മുടങ്ങാറില്ല. മനസ്സിലാക്കണം. അതാണ് നമ്മുടെ ഈ കുട്ടികൾക്ക് സഹായിച്ചാൽ കിട്ടുന്ന നേട്ടം ചെറുതല്ല. അവരെ നമ്മൾ സ്നേഹിച്ചാൽ കിട്ടുന്ന നേട്ടം ചെറുതല്ല. നമ്മളൊരു ആലിമിനെ നിസാരപ്പെടുത്താൻ പാടില്ല, ഒരു മുത്തല്ലിമിനെ നിസാരപ്പെടുത്താൻ പാടില്ല. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. കിട്ടുന്ന നേട്ടം ചെറുതാണോ? നമ്മൾ ചിന്തിക്ക്. 40 ദിവസം ഒരു സാധാരണക്കാരൻ തന്നെ ജമാഅത്തുകളെ ശ്രദ്ധിച്ചാൽ അവന് നരകീയ മോചനം. വിശ്വസിച്ച് അമൽ ചെയ്താൽ സ്വർഗ്ഗം. നരകീയ മോചനം കിട്ടുന്ന ഹദീസ് ഒരുപാടുണ്ട് കേട്ടോ. സഹീഹായ ഹദീസ് ഇഷ്ടം പോലെയുണ്ട്. من صلى 4 قبل الظهر أو بعده حرمه الله على النار. وفي رواية من صلى 4 قبل الظهر وبعده حرمه الله على النار. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തിനാ ഈ ഹദീസ് ഇപ്പോൾ ഓതിയത്? അത് കേട്ടിട്ട് അമൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് അവർക്കൊരു പ്രചോദനമാകും. ഇനി നേരത്തെ പള്ളിയിൽ വരുന്ന ചിലരുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു പ്രചോദനമാകട്ടെ. നിത്യമാക്കണം. ഹദീസാണ്, അമൽ ചെയ്താൽ ഉറപ്പാണ്. നബി പറഞ്ഞതിനപ്പുറം നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെന്ത് മുഅ്മിനാ. നമുക്കിതിനൊക്കെ സമയമുണ്ട്. ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയുടെ വാതിക്കലുണ്ട്, കയറി അകത്ത് 2 റക്അത്ത് നിസ്കരിക്കൂല. തഹിയ്യത്തില്ല. അവ്വാബീൻ എന്ന് പറയുന്ന ഇശാ മഗ്രിബിനിടയിൽ നിസ്കാരമില്ല. റവാത്തിബ് സുന്നത്തുകൾ, മുമ്പ് ശേഷമുള്ള സുന്നത്തുകൾ അധിക ആളുകൾ നിസ്കരിക്കാറില്ല. 11 വരെ കമ്മിറ്റി കൂടും. പള്ളി കമ്മിറ്റിയാണ്. 11:45 പ്രസിഡന്റ് ഒരു കല്യാണം ഉണ്ട്. ഇപ്പോഴാ ഓർത്ത് വേഗം തന്നെ ഓർക്കാൻ ബാങ്ക് വിളിക്കാറായി. ഹൈമാന് പോകണം. അതാണ് മെയിൻ പ്രശ്നം. ആദ്യം ഇറങ്ങാൻ പൊയ്ക്കോട്ടെ. ബാങ്ക് വിളിക്കാൻ ചിലപ്പോൾ 1 മിനിറ്റ് ഉണ്ടാവും. എന്നാലും പോവാൻ. ഇതൊക്കെയാണ് കൗമ. പ്രസിഡന്റ് നാട്ടുകാരും ഇവനെ പറയണ്ടത്. പ്രസിഡന്റ് ഇവനെ തന്നെ ആക്കണം. അല്ല മഹല്ലത്തുകളുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പിന്നെ എങ്ങനെ ഉമ്മത്ത് നന്നാവും നമ്മൾ ചിന്തിക്കും. അതേ സമയത്ത് ആ പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെ കമ്മിറ്റി കഴിഞ്ഞിട്ട് നേരെ അവ്വൽ വഖത്തിൽ പള്ളിയിൽ കയറിയിട്ട് ആ റവാത്തിബ് സുന്നത്ത് ആദ്യത്തെ സുന്നത്ത് നിസ്കാരം കൊണ്ട് നിസ്കരിച്ചിട്ട് 2 സഫ് അവരെ കൊണ്ട് പിടിച്ച് മാതൃകാ പുരുഷന്മാരാണ്. അങ്ങനെ ഒരു മഹല്ലുണ്ടെങ്കിൽ ആ മഹല്ല് എനിക്ക് കൊണ്ടുതരണം. ഞാൻ അവരെ സ്റ്റേജിൽ കൊണ്ടുവന്ന് അവാർഡ് തരും. അതിനു വേണ്ടിയാണ്. കമ്മിറ്റി കൂടി കഴിയുമ്പോൾ കമ്മിറ്റിക്കാരെല്ലാവരും ഫ്രണ്ട് സഫിൽ വന്നിട്ട് നിൽക്കുന്ന ഏതെങ്കിലും കമ്മിറ്റിക്കാരുണ്ടെങ്കിൽ അവരെന്നെ ഒന്ന് അറിയിക്കണം. ലൈവിലും കാണുന്നുണ്ടല്ലോ, ഓൺലൈൻ. അവർക്ക് അവാർഡ് കൊടുക്കണം. സമൂഹം അറിയണം അവരെ. അങ്ങനെ ചെയ്യണം. അതല്ലേ വേണ്ടത്. നമ്മൾ എല്ലാ കാര്യത്തിലും കാണിക്കുന്നുണ്ടല്ലോ ശുഷ്കാന്തി. എന്തിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പുറകോട്ട് പോകുന്നത്? അവർക്കാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. നമ്മൾ വളരെ പിന്നോട്ടെന്ന് മാത്രമല്ല, കസേര തപ്പി നടക്കാൻ. നിന്ന് നിസ്കരിക്കാനും കഴിവുണ്ട്. ഓഫീസിൽ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കസേര എടുത്ത് തലക്കടിച്ചും ബഹളം ഉണ്ടാക്കിയ ഹാജിയാരാ ഇവിടെ വരുമ്പോ കസേര തപ്പിക്കൊണ്ട് വരിക. ഇരുന്ന് നിസ്കരിക്കണമെങ്കിൽ നീ നിന്റെ മഹലിലെ കാദിയാരോട് ഉസ്താദിനോടൊന്ന് ചോദിക്കണം. നിന്റെ ആരോഗ്യത്തിന്റെ അവസ്ഥ പറഞ്ഞിട്ട് എനിക്ക് നിസ്കരിക്കാൻ ഹലാലാണോ? അതൊന്നും ചോദിക്കൂല. നടന്ന വരുന്നത് നടന്നു വന്ന ആചാരം ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാനാണെങ്കിൽ കസേര നിസ്കാരം തന്നെ ഹെഡിങ് ഇടണം. ഒരുപാട് പറയാനുണ്ട് മസല. കാരണം ഓരോരുത്തർക്കും അവരവന്റെ സ്വന്തം ശരീരപ്രകൃതിയുടെ പ്രശ്നം വെച്ചിട്ടാണ്, ആരോഗ്യ പ്രശ്നം വെച്ചിട്ടാണ് നിസ്കാരത്തിന്റെ രൂപം പറയുന്നത്. അങ്ങനെ തന്നെയാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഈ നടന്നു വന്ന ആൾ ഒരു കുഴപ്പമില്ലാത്ത വ്യക്തി അദ്ദേഹം ഇവിടെ വന്നിട്ട് കാണിക്കുക കസേര വലിച്ചിട്ട് പുറകോട്ട് പോവാണ്. ഒരു 10 കൊല്ലം മുമ്പ് ഒറ്റ കസേര ഇല്ലായിരുന്നു പള്ളിയിൽ. ഇമാമ് മിമ്പറിൽ വെക്കുമ്പോൾ മിമ്പറുള്ള കസേര മാത്രമേ. അപ്പൊ അതിനേക്കാൾ വലിയ പള്ളി നിറച്ചായി. മൊത്തം കസേര കൊണ്ട് കളിയാണ്. ഇനി ഒരു 10 കൊല്ലം കൂടെ കഴിയുമ്പോൾ എല്ലാവരും മോദിന് ഉൾപ്പെടെ കസേര. നല്ല രസം. ഞാനതുകൊണ്ട് ഇപ്പഴേ കസേര നേരത്തെ പിടിച്ചിട്ടുണ്ട്. കസേര കിട്ടാതെ പോകണ്ട. കാരണം ഇനി 10 കൊല്ലം കഴിയുമ്പോൾ കസേരയ്ക്ക് അടിയോ കണ്ടോ. ഞാൻ വെറുതെ പറയല്ല. കാരണം അതുപോലെ പള്ളിക്കകത്ത് എല്ലാവരും സ്പോൺസർഷിപ്പാണ്. വാപ്പ മരിച്ചു കഴിയുമ്പോ 10 കസേര പള്ളിക്ക് ഇരിക്കാൻ വേണ്ടി.
ആലോചിച്ചോ, നിന്ന് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടും പ്രയാസമുള്ള സന്ദർഭത്തിൽ പോലും കൂലിക്ക് ആളെ വെച്ചുകൊണ്ട് പിടിച്ചു നിർത്താൻ സാധിക്കണമെങ്കിൽ അങ്ങനെ നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ചതാകുന്ന വിശ്വാസി അനുയായികളാണ് നമ്മൾ. കൂലിക്ക് ആളെ പിടിച്ചട്ടെ, പിന്നെ പിടിച്ച് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ ഏതെങ്കിലും ഭിത്തിയിലോട്ട് ചാരി നിസ്കരിച്ചുകൂടെ? ഒരു പ്രശ്നമില്ല. ചെറിയൊരു പ്രശ്നം, കയ്യെങ്ങാണ്ട് മുറിഞ്ഞതാണ്, അതിനാണ് ഈ കാണിക്കുന്നത്. കൈയൊരു പ്ലാസ്റ്റർ ഇട്ടു, അത് ഉണങ്ങുന്നത് വരെ പള്ളി വരൂല. വീട്ടിൽ തന്നെയാണെങ്കിൽ തന്നെ നിസ്കരിക്കോ? കൈ ഒടിഞ്ഞു, പ്ലാസ്റ്റർ ഇട്ടു, നിസ്കരിക്കുന്ന എത്ര പേര്? അത് പൂർണ്ണമായിട്ട് ശിഫയാകട്ടെ, ഏത് നിസ്കരിക്കും? കഥാ വിട്ടു, അതില്ല. അതിനുശേഷമുള്ള നമ്മുടെ തലമുറ എവിടെ എത്തിപ്പോയി? ദീൻ എത്രത്തോളം നമുക്ക് നഷ്ടപ്പെട്ടു പോയി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ.